السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം അത് കാരുണ്യത്തിൻ്റെ മതമാണ്. മനുഷ്യരോട് മാത്രമല്ല, മനുഷ്യേതര ജീവികളോടും മറ്റു വസ്തുക്കളോടൊക്കെയും എല്ലാ കാര്യത്തിനോടും എല്ലാ വസ്തുക്കളോടും കരുണ കാണിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇർഹമു, നിങ്ങൾ കരുണയുള്ളവരാവണേ, കാരുണ്യം കാണിക്കണേ. യർഹംകും മൻ ഫിസ്സമാ, അങ്ങനെ നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിൻ്റെ ഉടമസ്ഥനായ അധിപനായ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കും. നിങ്ങൾ ദയ കാണിച്ചാൽ അള്ളാഹു നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യും. നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്കും മാപ്പ് നൽകും, പുറത്തു തരും. ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ജീവിയെയും അകാരണമായി വേദനിപ്പിക്കാൻ പാടില്ല. ഒരിക്കലും അറവ് നടത്തുമ്പോൾ പോലും ആ ജീവിക്ക് പെട്ടെന്ന് ജീവൻ പോകുന്ന രൂപത്തിലുള്ള അറവായിരിക്കാൻ നടത്തേണ്ടത്. അതിനെ കെട്ടിയിട്ട് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് അതിനെ മുറിവാക്കി വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അറവ് നടത്താൻ ഉപയോഗിക്കുന്ന ആയുധം അതൊരിക്കലും ആ മൃഗത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് മൂർച്ച കൂട്ടരുത്. നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടായിരിക്കണം അതിന് പെട്ടെന്ന് തന്നെ ജീവൻ പോകുന്ന രൂപത്തിൽ അറക്കണം. ഇങ്ങനെയൊക്കെയാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, കുട്ടികളൊക്കെ ഈ കവണ ഉപയോഗിച്ചുകൊണ്ട് പല മൃഗങ്ങളെയും പല പക്ഷികളെയൊക്കെ വെറുതെ കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്താറുണ്ട്. ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിൽ. അതിനെ ഉപയോഗിക്കാൻ പറ്റൂല, എന്നാലും അതിൻ്റെ കയ്യോ കാലോ കണ്ണൊക്കെ പൊട്ടി പല്ലൊക്കെ പൊട്ടി അതിന് പിന്നീട് ജീവിതകാലം മുഴുവനും വലിയ പ്രയാസങ്ങൾ സഹിച്ച് ത്യാഗങ്ങൾ സഹിച്ച് ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ അത്തരം പക്ഷികൾക്ക് അല്ലെങ്കിൽ അത്തരം ജീവികൾക്ക് ഇങ്ങനെ കവണ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വേട്ടയാടുന്ന കാരണം സംഭവിക്കാറുണ്ട്. അതൊരിക്കലും മുസ്ലിമായ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൂടാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും നിരോധിക്കുകയും ചെയ്തതായ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ മഗ്ഫൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. നഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖദ്ർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കവണ ഉപയോഗിച്ചുകൊണ്ട് പക്ഷികളെ വേട്ടയാടുന്നതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അപ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുക വഴി ഒരിക്കലും ഇസ്ലാമികമായ രീതിയിലുള്ള അറവ് അതല്ലെങ്കിൽ അതിനെ കശാബ് ചെയ്യൽ അവിടെ നടക്കുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ പല്ല് പൊട്ടാനും കണ്ണ് പൊട്ടാനും അതിൻ്റെ കാലുകൾക്കൊക്കെ വലിയ അപകടങ്ങൾ പറ്റി പിന്നീട് അതിന് നടക്കാനോ കാണാനോ ഭക്ഷ്യം കഴിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ വന്നു പോകും. അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യല്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളോടൊക്കെ കാര്യം വളരെയധികം അതിൻ്റെ ഗൗരവങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതുകൊണ്ടുള്ള അപകടങ്ങളും അതുകൊണ്ട് മറ്റു ജീവികൾക്ക് സഹിക്കേണ്ടി വരുന്ന വേദനകൾ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. തമാശയായിട്ട് പോലും ഒരു ജീവിയെ നമ്മൾ ആക്രമിക്കാൻ പാടില്ല. അല്ലാഹു തആല എല്ലാവരോടും എല്ലാ വസ്തുക്കളോടും കാരുണ്യം ചെയ്യാനുള്ള കരുണയുള്ള മനസ്സ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.